അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ ലിവഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനീ വയഫ്ഖഹൂ ഖൗലീ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. പ്രിയമുള്ളവരെ, എൻ്റെ ഈ സംഭാഷണം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടുവാൻ ഇടയാക്കല്ലേ റഹ്മാനെ. യാ അല്ലാ, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമർ 39-ാമത്തെ സൂറത്താണ്. അതിൽ 53-ാമത്തെ ഒരായത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുന്ന ഒരു വചനമാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, കുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത് ജീവിച്ച, സ്വന്തം ശരീരത്തോട് തെറ്റുകൾ ചെയ്തു പോയ എൻ്റെ പ്രിയപ്പെട്ട അടിമകളോട് അങ്ങ് അറിയിക്കുക നബിയെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശപ്പെടണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവരാണ്. നമ്മളിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു പാപം പൊറുക്കുന്നവരും കരുണാനിധിയുമാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കുക നബിയെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളും പാളീച്ചകളും എല്ലാം സർവശക്തനായ അള്ളാഹുവിൽ സമർപ്പിക്കുക. ഏകനായ അള്ളാഹുവിൽ മാത്രം നമ്മുടെ സങ്കടങ്ങൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ വിറയാർന്ന കൈകൾ റബ്ബിലേക്ക് ഉയർത്തുക. തീർച്ചയായും അള്ളാഹു അതിനുത്തരം തരുന്നതാണ്. അള്ളാഹു അല്ലാതെ ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരിക? മൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പാപം പുറത്തു തരാൻ മറ്റാരുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മാത്രം വളരെ പ്രതീക്ഷയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുക. നമ്മുടെ വിറയാർന്ന കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് ഉത്തരം തരുന്നതാണ്. നമ്മുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഈ വിഷയം മനസ്സിലാക്കുക. നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുവാൻ സ്വർഗത്തിലെ ഫോട്ടോ കണ്ട പുഞ്ചിരിയോടുകൂടി അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഒരു ദിവ്യ സന്ദേശമുണ്ട്. ആ സന്ദേശം സൂറത്തുൽ ഫജ്റിൽ നമുക്ക് കാണാം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നത്തി. അള്ളാഹു പറയുകയാണ്, ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ മരണവേളയിൽ ആ റൂഹ് പിടിക്കുന്ന സമയത്ത് സർവശക്തനായ അള്ളാഹു അവിടെ ഹാജരായി പറയുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ മനഃശാന്തി കിട്ടിയ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ, എൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ നിലയിൽ നീ നിൻ്റെ റബ്ബിലേക്ക് അടുക്കുക, റബ്ബിലേക്ക് വരിക. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ ദാസരിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നത്തി, എൻ്റെ സ്വർഗ്ഗത്തോപ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക.
ഈ ദിവ്യ സന്ദേശം കേട്ടുകൊണ്ട് നമ്മളെല്ലാവരും ഈ ലോകത്തു നിന്നും സത്യവിശ്വാസിയായി ഇവിടെ പറയുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദ്, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന കലിമത്ത് തൗഹീദ് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ സ്വർണ്ണലിപികളാൽ നമ്മൾ കൊത്തിവെക്കുക. ആ പ്രകാശം, ആ തൗഹീദിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തെ പ്രകാശമാക്കണം. ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിലൂടെ നമ്മുടെ ജീവിതത്തെ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കണം. നാളെ പരലോകത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ നമ്മളും നമ്മളുടെ മാതാപിതാക്കളും നമ്മുടെ സന്താനങ്ങളെ എല്ലാവരും ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മുടെ ജഗന്യന്താവായ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا الذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.